ആലപ്പുഴയിലെ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് ചുരുളഴിയുമ്പോൾ ലഹരിയുടെ മാത്രം വിവരങ്ങളല്ല ഇപ്പോൾ പുറത്തുവരുന്നത്. സിനിമാ മേഖലയിലെ സെക്സ് റാക്കറ്റിന്റെ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. ഒന്നാം പ്രതി തസ്ലീമ സുൽത്താനയ്ക്ക് ലഹരിക്ക് പുറമെ സിനിമാ താരങ്ങളുമായി പെൺവാണിഭ ഇടപാടുകളും ഉണ്ട് എന്ന വിവരം ഇപ്പോൾ പുറത്തുവരുന്നു. ഒരു പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകി എന്നാണ് വെളിപ്പെടുത്തൽ. 25,000 രൂപ നൽകണമെന്ന വാട്സാപ്പ് ചാറ്റ് വിവരങ്ങളും എക്സൈസിന് ലഭിച്ചു. ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്താൻ എക്സൈസിന്റെ ഇന്റലിജൻസ് വിഭാഗവും അന്വേഷണം തുടങ്ങി. കേസിലെ ഒന്നാം പ്രതി 41-കാരി സുൽത്താനയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചതിലെ പ്രാഥമിക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ലഹരി ഇടപാടുകൾക്ക് പുറമെ സിനിമാ മേഖലയിലെ ഉന്നതരുമായി പെൺവാണിഭത്തിന് ഇടനിലക്കാരിയായി തസ്ലീമ പ്രവർത്തിച്ചു. ഒരു പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകി വില പറഞ്ഞതിന്റെ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു. പ്രതികളുടെ മൊബൈൽ ഫോണിലെ വാട്സ്ആപ്പ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. ഇത് ശാസ്ത്രീയ പരിശോധനയിൽ റീസ്റ്റോർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കേസിൽ എക്സൈസിന്റെ ഇന്റലിജൻസ് വിഭാഗം പ്രത്യേക അന്വേഷണം ആരംഭിച്ചു. ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് തായ്ലൻഡിൽ നിന്നാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകൾ മറികടന്ന് കഞ്ചാവ് എങ്ങനെ ഇന്ത്യയിൽ എത്തിച്ചുവെന്നും വിദേശത്തേക്ക് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളുമാണ് ഇന്റലിജൻസ് വിഭാഗം പരിശോധിക്കുന്നത്. രാജ്യമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന വിപുലമായ വിതരണ ശൃംഖല ഹൈബ്രിഡ് കഞ്ചാവ് സംഘത്തിനുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. അറസ്റ്റിലായ തസ്ലീമയും ഫിറോസും നിലവിൽ റിമാൻഡിലാണ്. പ്രതികളെ ചോദ്യം ചെയ്താലും ഉറവിടത്തെപ്പറ്റിയോ ഉപഭോക്താക്കളെ പറ്റിയോ നേരിട്ട് വിവരങ്ങൾ നൽകാത്തതിനാൽ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും വിവരങ്ങളും ശേഖരിച്ച ശേഷം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് എക്സൈസിന്റെ നീക്കം. ഓരോ ദിവസവും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിലും യഥാർത്ഥ കുറ്റവാളികൾ കാണാമറയത്താണ്. ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഇടനിലക്കാരി മാത്രമാണ് തസ്ലീമ സുൽത്താന. തായ്ലൻഡിൽ നിന്നും രാജ്യത്തേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവന്നത് ആർക്ക് വേണ്ടിയാണെന്നും ആലപ്പുഴയിൽ എത്തിച്ചത് ആർക്ക് വേണ്ടിയാണെന്നും ഇപ്പോഴും വ്യക്തമല്ല. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ.